ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമായി എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമം ഉയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി അപ്പാ, നന്ദി നന്ദി അപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാദാനമായി തന്നു സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളുമുണ്ട്. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലും സ്വർഗം മറുപടി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ എൻ്റെ പാദപീഠത്തിലോട്ട് കൊണ്ടുതരികയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, കൂടെയിരിക്കണം. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ സ്വർഗീയ സമാധാനത്തിൽ ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഓരോന്നും സ്വർഗം അറിയുന്നല്ലോ. അതിൻ്റെ മേലൊക്കെയും മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പാദപീഠം ചാർന്ന് കടന്നു വന്നിട്ടുള്ള ഒരു മക്കൾ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലോ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകണമേ. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തിയ ദൈവം, ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെയിരുന്ന ദൈവമാണ്. ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗീയ കവാടം തുറന്നു തന്ന് ഞങ്ങളെ മാനിച്ച് അത്ഭുതം ജയമായി നടത്തിയ ദൈവമാണ്. നന്ദി 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 കർത്താവേ. ഞങ്ങൾ പലപ്പോഴും പലതും മറന്നു പോകുന്നവരാ കർത്താവ്. ഞങ്ങളുടെ കുറവുള്ള കുറ്റങ്ങളൊന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആകായ്മകൾ, പോരായ്മകൾ, നന്ദികേടുകൾ, അവിശ്വസ്തതകളെ സ്വർഗം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തുകൊള്ളണേ, സമാധാനത്തിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ കർത്താവേ. പ്രത്യേകിച്ച് പഠിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കും. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രപ്പാ. എൻ്റെ കർത്താവേ, അങ്ങനെ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ഹല്ലേലൂയ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ മക്കളും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ എല്ലാം അങ്ങയുടെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും കരുതണമേ. സമാധാനത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലും വഴി നടത്തണമേ. ആവശ്യങ്ങളെ അറിഞ്ഞ് മാനിക്കണമേ. ആരും ലജിച്ചുവാൻ അനുവദിക്കല്ലേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കടും സ്വർഗം ഇടയാക്കണം. അവരും കർത്താവിൻ്റെ മക്കളായി മാറുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അവയെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പാൻ തക്കണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ അവരെ നടത്തണം. അത്ഭുത വഴികളിൽ നടത്തിക്കാട്ടെ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ കർത്താവേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സൂക്ഷിച്ചോണേപ്പാ. മാസം തികയോളം കൂടെ ഒന്ന് സുഖപ്രസവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ടപ്പോൾ അതിൻ്റെ സമാധാനത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ ഏൽപ്പിക്കുന്നു. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താപ്പച്ചാ, നീ ഓരോ മക്കൾക്കും അനുഗ്രഹമായിരിക്കണമേ, സമാധാനമായിരിക്കണമേ, കൃപയായിരിക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ കർത്താവേ.
അപ്പോൾ തലചായ്ക്കുവാൻ ഭവനമില്ലാത്ത മക്കൾക്ക് അങ്ങ് ഭവനം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ പൂർണ്ണമായും വിടുവിക്കണേ. അപ്പം നിന്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമേ കർത്താവേ. ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയത്തിന് നടുവിൽ സ്വർഗം ഇറങ്ങുമല്ലോ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഉപജീവനമാർഗം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും സ്വർഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം, വലിയൊരു ശേഷിപ്പ് തന്ന ദൈവം. ഹാലലുയ്യ. ഓരോ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് തൻ്റെ മക്കളെയെല്ലാം തൃപ്തിയോടെ നടത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ പ്രത്യേകിച്ച് ഓർക്കുന്നു. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും പകരണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് തൃപ്തിയോടെ നടത്തണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ്, ഓരോ വാഹനത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം വേണമപ്പ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ നിമിഷവും വേണ്ടുന്നല്ല ഓരോ മക്കൾക്കും കർത്താവ് കൊടുത്ത് തൃപ്തിയോടെ നടത്തണമെന്ന് നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം അപ്പ. ദൈവമായ കർത്താവേ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തവരെ നിറയ്ക്കണമേ. ദൈവമായ കർത്താവ്, ഈ സമയം യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. നിത്യസ്ഥാനത്തെത്തുവോളം അവരെ കൃപയ്ക്കിൽ മറയ്ക്കണമേ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നപ്പാ. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ജീവിതങ്ങളെ തരുന്നു. ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. പ്രത്യേകിച്ച് ഹാലലിൽ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുക കർത്താവേ. ഹാലലുയ. കൈകാലുകൾക്കൊക്കെ ബലം കൊടുക്കണമേ കർത്താവേ. സ്വന്തമായി കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ ഓരോ മക്കളെയും ബലപ്പെടുത്തണമേ. നിർജീവമായ അവസ്ഥയിൽ എൻ്റെ കർത്താവ് കടന്നു ചെല്ലുന്ന ജീവൻ പിടിപ്പിക്കുന്ന ദൈവമാകിയാൽ കർത്താവേ, കൈകാലുകൾക്ക് ചലനമില്ലാത്ത ജീവിതങ്ങളോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് അത്ഭുതം ചെയ്ത് സൗഖ്യത്തോടെ ഭവനത്തിൽ മടങ്ങിപ്പോകാൻ ഇടയാക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓർമ്മശക്തിയും ബുദ്ധിയും ഒക്കെ കൊടുക്കണേ. കാഴ്ചയും കേൾവിയും കൊടുക്കണമേ. കൈകാൾക്ക് ബലം കൊടുത്തേ മതിയാകും. അസ്ഥികളെല്ലാം സൂക്ഷിച്ചാൽ മതിയാകും. തൊക്കും തൊലിയും പൊതിയണം. തലമുടി നഖം വരെ പരിപാലിക്കണം. കാൽവൃത്യത്താൽ മുദ്രയിടുന്നു ദൈവമായ കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ മുഴിയാൽ ഭാരമുള്ളവരെ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലോ അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ. ഹാലലൂയ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, തൂക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളൊരു കർത്താവ്, ഉണങ്ങാത്ത വ്രണമായിരിക്കുന്നൊരു കർത്താവേ. ഹാലലുയ്യ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു ദൈവമേ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവരും ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ണിൻ്റെ അസ്വസ്ഥതയാൽ ഭാരമുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താപ്പച്ച. നീ സകലത്തിൻ്റെ സകലതുമാണല്ലോ. അപ്പം നീ സൗഖ്യദായകന്. അടിപ്പിണരാറുള്ള സൗഖ്യം കാത്തുകിടക്കുക ഓരോ മക്കൾക്കും എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ആണിപ്പഴുതുള്ള കരമൊന്ന് തൊട്ട് സൗഖ്യമയക്കണേ എന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്യുന്ന ദൈവമാകിയാൽ നന്ദി, സ്തോത്രം. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഹൃദയങ്ങളെ ഏൽപ്പിക്കുന്ന അപ്പാ, സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ, പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ എൻ്റെ അപ്പച്ചൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അനേകായിരങ്ങൾ കരയുന്ന കർത്താവ്. മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഈ ജീവിതം കർത്താവേ ഹാലലിയ. ഈ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം നൽകി കർത്താവേ നീ അവരെ ഹാലിൽ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം 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 കർത്താവേ. ഹാലലിയ. കർത്താവേ, അനേക കൂട്ടുകാർ, ചെറുപ്പക്കാർ കർത്താവേ ഹാലലിയ, കുഞ്ഞുങ്ങൾ കർത്താവേ ഫോണിനടിമപ്പെട്ട്, കൂട്ടുകാർക്ക് അടിമപ്പെട്ട്, മ്ലേച്ഛമായ ജീവിതം നയിച്ച് മയക്കുമരുന്നിനടിമപ്പെട്ട് അനേക കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഭാവി പോലും ബോധമില്ലാതെ, വിദ്യാഭ്യാസത്തെ പോലും പൂർത്തീകരിക്കാതെ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ കൂടി അലയുന്നത് സ്വർഗം കാണുന്നല്ലോ നാഥാ. നീ മനസ്സലിയണം, കരുണ കാണിക്കണം. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. അനേകരെ നീ വിളിച്ച് വാർതിരിച്ച ദൈവമാ, ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ച ദൈവം. ഹാലലി. എന്നും ജീവിക്കുന്ന ദൈവമാ കർത്താവേ. നീ അവിടുന്ന് ശക്തമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായി ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് മാത്രം ദൈവം, അങ്ങ് മാത്രം വലിയവനാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. കരയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവർ, ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ട്. സ്വർഗവരെ പൂർണ്ണമായും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു. ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. സേവന മനോഭാവത്തോടെ വിശ്വസരായി എല്ലാ കാര്യവും ചെതിർപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഹാലേലൂയ. ദേശത്തിന് മേൽ സൗഖ്യമയക്കണമേ, സമാധാനമയക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ സ്വർഗീയ സമാധാനം ഓരോ മക്കൾക്കും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പാപം കൂടാതെ ജീവിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.